ഹലോ എവരി വൺ, വെൽക്കം ടു എജ്യൂപോർട്ട്. എല്ലാവർക്കും മക്കളെ എജ്യൂപോർട്ടിൻ്റെ +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിലേക്ക് സ്വാഗതം. യെസ്, നിങ്ങളുടെ പബ്ലിക് എക്സാമിന് 8 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള 2 ചാപ്റ്റർ എന്ന് വെച്ചാൽ ടോട്ടൽ 8 മാർക്കാണ് കേട്ടോ. 14-15 ചാപ്റ്റർ, 14ാമത്തെ ചാപ്റ്റർ 4 മാർക്കും 15ാമത്തെ ചാപ്റ്റർ 4 മാർക്കാണ് നമ്മൾ എക്സാമിന് ചോദിക്കുക. ആ 2 ചാപ്റ്ററിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സോ കേരള ഹിസ്റ്ററിയിലെ കേരളവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതിൽ പ്രീ മോഡേൺ കേരള അല്ലേ, അതിൽ 4 മാർക്കിനാണ് എന്ത് ചെയ്യുക, 14ാമത്തെ ചാപ്റ്ററിൽ 4 മാർക്കാണ് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുക. അതിൽ ഒരുപാട് തവണ 2 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ സംഗീതം. സംഗീതങ്ങളെ കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാൻ നോക്കാം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എജ്യൂപോർട്ടിനോട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചില ആളുകൾക്ക് എന്ത് ചെയ്യും, ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ +2 ലൈഫ് നിങ്ങളോട് അവസാനിക്കാൻ പോവുകയാണല്ലേ. +2 ലൈഫിനോട് നിങ്ങൾ ബൈ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇനി അഡൾട്ട്ഹുഡ്, അതായത് നിങ്ങൾ മുതിർന്ന പൗരന്മാരായി ലൈസൻസ് എടുക്കാനുള്ള, വോട്ട് ചെയ്യാനുള്ള, പാസ്പോർട്ട് എടുക്കാനുള്ള ഒക്കെയുള്ള ഒരു 18 വയസ്സായി കഴിയാൻ പോകുന്ന ആളുകളാണ് നിങ്ങൾ. സോ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് എജ്യൂപോർട്ട് സ്പെഷ്യലായിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ അപ്പം ഒരു നീണ്ട 3 വർഷത്തെ നിങ്ങളുടെ എജ്യൂപോർട്ടിൻ്റെ കൂടെയുള്ള യാത്ര അവസാനിക്കാൻ പോവുകയാണ്. സോ നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് സങ്കേതം എന്ന് പറഞ്ഞാൽ, അതായത് ഈ ഒരു ഏർലിയിലെ പ്രീ മോഡേൺ കേരളത്തിന് മുമ്പുണ്ടായ പുരാതന കേരളത്തിലെ വളരെ പ്രധാന ഒരു സവിശേഷതയായിരുന്നു എന്ത്, സംഗീതം. എന്താ സംഗീതം എന്ന് പറഞ്ഞാൽ, സംഗീതം വാസ് എ കോസ്റ്റ് ഓട്ടോണോമസ് ടെറിട്ടറി കൺസിസ്റ്റിംഗ് ഓഫ് സെവറൽ വില്ലേജസ് ഓർഗനൈസ്ഡ് അറൗണ്ട് ബ്രാഹ്മണിക് ടെമ്പിൾ അല്ലേ. ഒരു ബ്രാഹ്മണ ക്ഷേത്രത്തിന് ചുറ്റും ക്രമീകരിച്ചിരിക്കുന്ന നിരവധി ഗ്രാമങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കേന്ദ്രമാണ് എന്ത്, സംഗീതം എന്ന് പറഞ്ഞാൽ. ഒരു ബ്രാഹ്മണ ക്ഷേത്രത്തിന് ചുറ്റും ക്രമീകരിച്ചിരിക്കുന്ന നിരവധി ഗ്രാമങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു അർദ്ധ സ്വയംഭരണ പ്രദേശമാണ് എന്ത്, സംഗീതം. ഒരു അർദ്ധ സ്വയംഭരണ പ്രദേശമാണ് എന്ത്, സംഗീതം എന്ന് പറഞ്ഞാൽ. 2 തരം സങ്കേതങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് എന്താണ്, ഇൻസ്റ്റിറ്റ്യൂട്ടഡ് അറൗണ്ട് ദ ബ്രാഹ്മണിക് ഹൗസ് ഹോൾഡ് ആൻഡ് ടു എസ്റ്റാബ്ലിഷ് ബൈ ദ റൂളേഴ്സ് അല്ലെ. ഒന്നെന്തായിരുന്നു, ബ്രാഹ്മണ ഗൃഹസ്ഥ സ്ഥാപിച്ചവ, രണ്ടാമത് ഭരണാധികാരി സ്ഥാപിച്ചത്. അതായത് ഒരു ഗ്രാമമാണ് സംഗീതം എന്ന് പറഞ്ഞാൽ. ബ്രാഹ്മണ ക്ഷേത്രത്തിന് ചുറ്റും വരുന്ന സ്ഥലങ്ങൾ കൂടി ചെന്ന ഭാഗത്ത് നമ്മൾ സംഗീതം എന്ന് വിളിക്കും. അത് 2 തരത്തിലുണ്ട്. നമുക്ക് ബ്രാഹ്മണൻ സ്ഥാപിച്ചതായിരിക്കും, അല്ലെങ്കിൽ എന്താണ് ഭരണാധികാരികൾ സ്ഥാപിച്ച സങ്കേതങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഈ സങ്കേതങ്ങൾ ഭരിച്ചിരുന്നത് ആരാടാ, യോഗം അല്ലെ. ശ്രദ്ധിക്കുന്ന, സങ്കേതങ്ങൾ ഭരിച്ചിരുന്നത് ആരാണ്, യോഗം എന്ന് വിളിക്കുന്ന ബ്രാഹ്മണർ ഒരു കൂട്ടമാണ്. സങ്കേതങ്ങൾ ഭരിച്ചിരുന്നത് ആരാണ്, യോഗം എന്ന് വിളിക്കുന്ന ബ്രാഹ്മണർ ഒരു കൂട്ടമാണ് എന്ത് ചെയ്യുന്നത്, സങ്കേതം ഭരിച്ചിരുന്നുള്ള ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കുക. ഈ പോയിന്റ്സ് നിങ്ങൾ ഇതിലേക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം കേട്ടോ. അടുത്തത് എക്സാം ദ നാച്ചർ ഓഫ് നാടുവായി സ്വരൂപംസ് വിച്ച് എമേർജ്ഡ് ഡ്യൂറിംഗ് കേരള ഇൻ ദ മെഡീവൽ പീരീഡ്. മധ്യകാലഘട്ടത്തിൽ കേരളത്തിൽ ഉദയം ചെയ്ത നാടുവായി സ്വരൂപങ്ങളെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് ചോദിച്ചത് 4 മാർക്കിന് അല്ലേ. അപ്പോൾ എന്താണ് നാടുവായി സ്വരൂപങ്ങൾ എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ചേര എംപയർ അല്ലെ, കുലശേഖരന്മാരുടെ സാമ്രാജ്യത്തിന്റെ പതനത്തിന് ശേഷം എന്ത് ചെയ്യാണ്, കേരളത്തിൽ ഒരു രാഷ്ട്രീയ ഐക്യത്തിൻ്റെ ഭാഗമായിട്ട്, അതായത് ഈ പെരുമാൾ കാലഘട്ടത്തിൽ കേരളത്തിൽ എന്തുണ്ടായിരുന്നു, നാടുകളുണ്ടായിരുന്നു അല്ലേ. പെരുമാൾ കാലഘട്ടത്തിൽ കേരളത്തിൽ എന്തുണ്ടായിരുന്നു, നാടുകളുണ്ടായിരുന്നു. അപ്പോൾ ഈ പെരുമാൾമാരുടെ ഭരണത്തിന് ശേഷം എന്താണ്, ഈ നാടുകൾ സ്വതന്ത്ര ഭരണകൂടങ്ങളായിട്ട് വന്നു. അവയെ വിളിക്കുന്ന പേരാണ് എന്ത്, സ്വരൂപങ്ങൾ. എന്താ വിളിക്കുന്നത്, സ്വരൂപങ്ങൾ. അവയെ വിളിക്കുന്ന പേരാണ് എന്ത്, സ്വരൂപങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ സ്വരൂപങ്ങൾ കോലത്ത് നാടുണ്ടല്ലേ, അതായത് കോലത്ത് നാടുണ്ട്, കൊച്ചിയുണ്ട്, വേണാടുണ്ട്, അങ്ങനെ പ്രധാനപ്പെട്ട സ്വരൂപങ്ങൾ എവിടെ ഉണ്ടായിരുന്നു, കേരളത്തിലുണ്ടായിരുന്നു. ഈ കോലത്ത് നാട് ഭരിച്ചത് ആരായിരുന്നു, സാമൂതിരി ആയിരുന്നു അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെയൊക്കെ എന്തുണ്ടായിരുന്നു, മരുമക്കത്തായം അല്ലെങ്കിൽ എന്താണ് മാട്രീനിയൽ ജോയിന്റ് ഫാമിലി അല്ലെ, മാട്രീനിയൽ സിസ്റ്റം അല്ലെങ്കിൽ മരുമക്കത്തായമായിരുന്നു ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ. ഈ പീരീഡിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഒരുപാട്, അതായത് ഈ നാടുകൾ എന്തുണ്ടായിരുന്നു, ഈ നാടുവായി സ്വരൂപങ്ങൾ, അതായത് ഓരോ നാടും എന്തായിട്ട് മാറി, ഓരോ നാടുവായി ഭരിക്കുന്ന നാടുവായി സ്വരൂപങ്ങളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. അപ്പോൾ ഈ നാടുകൾക്ക് കീഴിൽ ഒരുപാട് ചെറിയ നാടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ കൺട്രോൾ ആർക്കായിരുന്നു, നാടുവായി സ്വരൂപങ്ങൾക്കായിരുന്നു കേട്ടോ. അവർക്ക് എന്താണ്, പിന്നെ ജുഡീഷ്യൽ ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള അധികാരവും ഉണ്ടായിരുന്നു. പിന്നെ എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്താണ് ഈ അവിടെ ഒരു മരുമക്കത്തായം അല്ലെങ്കിൽ അമ്മത്താവ വഴിയിലെ അമ്മ അല്ലെങ്കിൽ എന്താണ് അച്ഛൻ മരിച്ച ശേഷം എന്താണ് അച്ഛൻ്റെ അല്ലെങ്കിൽ ആ പുരുഷൻ്റെ ഭാര്യയുടെ കുടുംബത്തിലുള്ള ആളുകളാണ് എന്ത് ചെയ്യുക, അടുത്ത രാജാവായി മാറുക. അത്തരത്തെ ഒരു സിസ്റ്റമായിരുന്നു എവിടെ ഉണ്ടായിരുന്നത്, അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എന്തുണ്ടാകും, ഈ ഒരു ആരാവണം അടുത്ത രാജാവ് എന്നാണ് ആലോചിക്കാനായിട്ട് ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഒരു അരിയിട്ട് വായിച്ച, കുറു വായിച്ച, മൂപ്പ് മൂറ എന്ന് പറഞ്ഞിട്ട് പല പരിപാടികൾ എവിടെ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് നാടുവായി സ്വരൂപങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കണേ, ഈ സ്വരൂപങ്ങൾ തമ്മിലില്ല, ഈ നാടുവായി സ്വരൂപങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി ഉണ്ടാകുന്നത് വളരെ കോമൺ ആയിരുന്നു അല്ലേ. കൊച്ചിയിലുള്ള പെരുമ്പടപ്പ് സ്വരൂപവും കോലത്ത് നാടുള്ള കോല സ്വരൂപവും തമ്മിൽ എന്തുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് യുദ്ധങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരവസ്ഥ അന്ന് കേരളത്തിലുണ്ടായിരുന്നു. പിന്നെ പോർച്ചുഗീസുകാരും എന്ത് ചെയ്യണം, പിന്നെ വന്ന ഡച്ചുകാരും ഒക്കെ എന്ത് ചെയ്യാണ്, ഈ നാടുവായി സ്വരൂപങ്ങൾ തമ്മിലുള്ള അടിപിടിയിൽ എന്ത് ചെയ്യാൻ ഇടപെട്ടിട്ട് എന്ത് ചെയ്യാണ്, ഒരുപാട് ലാഭങ്ങൾ ആരുണ്ടാക്കിയിരുന്നു, ഇവരുണ്ടാക്കിയിട്ടുണ്ടായിട്ടോ. ഈ സ്വരൂപങ്ങൾക്ക് അവരുടേതായുള്ള സൈന്യം ഉണ്ടായിരുന്നു. 1000-ത്തവർ, 10,000-ത്തവർ, പടമലൻ നായർ എന്നങ്ങനെ പറഞ്ഞിട്ട് വിവിധ തരത്തിലുള്ള സൈന്യങ്ങൾ ആർക്ക് ഉണ്ടായിരുന്നു, സ്വരൂപങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഓരോ സ്വരൂപത്തിനും എന്തുണ്ടായിരുന്നു, ഒരു ഹൗസ് ഹോൾഡ് ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ കുടുംബക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. പിന്നെ എന്താണ്
എന്താണ് അരിയിട്ട് വായിച്ചത്, അതായത് ഒരു രാജാവ് മരിച്ച ശേഷം അടുത്ത രാജാവ് ആരാവണം അയാളെ തയ്യാറെടുക്കാൻ ഒരു പരിപാടിയായിരുന്നു ഇത് അരിയിട്ട് വായിച്ച എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. പിന്നെ ഈ ഒരു ചാപ്റ്റർ ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ ആണ് എന്ത്, തിണൈകളുമായിട്ട് ബന്ധപ്പെട്ട തിണൈ സങ്കല്പവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒരുപാട് തവണ ഈ ഒരു ചാപ്റ്ററിന് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ് തിണൈകൾ എന്ന് പറഞ്ഞാൽ അല്ലേ, അന്നത്തെ കാലഘട്ടത്തിലെ കേരളത്തിൽ സംഘ സാഹിത്യത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, കേരളത്തിൽ 5 വിഭാഗങ്ങൾ അല്ലെങ്കിൽ എന്തുണ്ട്, ഒരു 5 എക്കോളജിയിൽ 5 എന്ത് ചെയ്യുന്നുണ്ട്, പാരിസ്ഥിതിക അടിസ്ഥാനത്തിൽ കേരളത്തെ 5ആയി തരംതിരിച്ചിരുന്നു. ഒന്നാമതാണ് എന്ത്, കുറിഞ്ചി എന്ന് പറഞ്ഞാൽ എന്താ, മലയോര വനമേഖലയാണ്. രണ്ടാമത് എന്താ, മുല്ലൈ പാസ്റ്റൽ ലാൻഡ്സിൽ, അതായത് എന്താണ്, ഇടയമേഖലയാണ്. മൂന്നാമത് പാലൈ അഥവാ ഡ്രൈ ലാൻഡിൽ, ഉണങ്ങിയ സ്ഥലമാണ്. മരുതൻ വെറ്റ് പ്ലെയിൻസിലെ വെറ്റായിട്ടുള്ള സമതല പ്രദേശങ്ങളാണ്. അഞ്ചാമത് എന്താ, നെയ്തൽ അഥവാ കോസ്റ്റൽ സോണിലെ തീരദേശ മേഖലയാണ്. എന്നിങ്ങനെ 5ആയിട്ട് എവിടെ ഉണ്ടായിരുന്നു, കേരളത്തെ തരംതിരിച്ചിരുന്നു. അപ്പോൾ ഓരോ തിണക്കും എന്തുണ്ടായിരുന്നു, അവരുടേതായിട്ടുള്ള ഉപജീവന രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കട്ടോ. അപ്പോൾ ഈ കുറിഞ്ചി എന്ന് പറഞ്ഞാൽ എന്താ, പൊതുവെ എന്താ, ഹില്ലി ഏരിയയിൽ, കുറിഞ്ചി എന്ന് പറഞ്ഞാൽ എന്താ, ഹില്ലി ഏരിയ, അതായത് അവർ വനപ്രദേശങ്ങളിൽ മലമ്പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളാണ് ആര്, കുറിഞ്ചിക്കാർ പൊതുവെ എവിടെയാണ്, വനം പ്രദേശങ്ങൾ അല്ലെങ്കിൽ മലപ്രദേശങ്ങളാണ് ആര് പൊതുവെ താമസിക്കുക, കുറിഞ്ചിക്കാർ താമസിക്കുക. അപ്പോൾ അവരുടെ ജോലി എന്താണ്, ആദിവാസി അതായത് വനങ്ങളിൽ നിന്നുള്ള ഭക്ഷ്യവസ്തുക്കൾ മറ്റൊക്കെയാണ് അവരെന്ത് ചെയ്തിരുന്നത്, ശേഖരിച്ചെന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. രണ്ടാമത് എന്താണ്, മുല്ലൈ എന്ന് പറഞ്ഞാൽ ഇടയമേഖലയാണ്, ഇടയന്മാരാണ്. മുല്ലയിൽ ആരുണ്ടായിരുന്നത്, ഇടയന്മാരാണ്. അവരുടെ പ്രധാനപ്പെട്ട ജോലി എന്തായിരുന്നു, പശുപരിപാലനമായിരുന്നു. ഇടയന്മാരുടെ പ്രധാനപ്പെട്ട ജോലി എന്തായിരുന്നു, പരിപാലനമായിരുന്നു. അതുമാത്രമല്ല ഈ കുറിഞ്ചിയിലും മുല്ലയിലും ഒക്കെ എന്ത് ചെയ്യാണ്, പലതരത്തിലുള്ള കൃഷികൾ, അതായത് സ്ലാഷ് ആൻഡ് ബേൺ കൾട്ടിവേഷൻ അല്ലെ, ഒരു ഭാഗത്ത് തീ ഇട്ടിട്ട് അവിടെ ക്ലീൻ ആക്കിയിട്ട് അവിടെ കൃഷി ചെയ്യുന്ന രീതിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, കുറിഞ്ചിയിലും മുല്ലയിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, അടുത്തത് കൃഷി, അതായത് വനഭൂമികളും ഒക്കെ എന്ത് ചെയ്യണം, അവർ കൃഷി ചെയ്തിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മൂന്നാമത്തത് അല്ലേ, അതായത് എന്തായിരുന്നു, മൂന്നാമത്തെ സോൺ ഏതായിരുന്നടാ, യെസ്, നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, അപ്പം ശ്രദ്ധിക്കുക, ഈ കുറിഞ്ചിയിലും മുല്ലയിലും ഒക്കെ പൊതുവെ എന്തായിരുന്നു, കൃഷിയായിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത്. പാലൈ അഥവാ ഡ്രൈ ലാൻഡിൽ എന്താണ്, ഇവിടെ കൊള്ളക്കാരുടെ അല്ലെങ്കിൽ എന്താണ്, കള്ളന്മാരുടെ കേന്ദ്രമായിരുന്നു. ഈ പാലൈ എന്ന് പറഞ്ഞ ഡ്രൈ ലാൻഡ് എന്തായിരുന്നു, പൊതുവെ കൊള്ളന്മാരുടെ കൊള്ളക്കാരുടെ അല്ലെങ്കിൽ കള്ളന്മാരുടെ കേന്ദ്രമായിരുന്നു. അപ്പോൾ അവർ ഡ്രൈ ലാൻഡ് അഥവാ വരണ്ട പ്രദേശമായതുകൊണ്ട് അവിടെ കൃഷിയൊന്നും പ്രധാനമായിട്ട് എന്ത് ചെയ്തിട്ടില്ല, നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മുല്ലയിലും കുറിഞ്ചിയിലും കൃഷി ചെയ്യുന്ന വസ്തുക്കൾ എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ അവിടെ കച്ചവടം ചെയ്യുന്ന വസ്തുക്കൾ അടിച്ചു മാറ്റലായിരുന്നു ആരുടെ ജോലി, ഈ പാലയിലുള്ള ആളുകളുടെ ജോലി എന്നുള്ളൊരു കാര്യം നമ്മൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കട്ടോ. പിന്നെ മരുതം എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ, മരുതം എന്ന് പറഞ്ഞാൽ എന്താണ്, തണ്ണീർത്തടം, നെൽകൃഷി പ്രധാനമായിട്ട് ചെയ്തിരുന്ന ആളുകളായിരുന്നു ആര്, മരുതം എന്ന് പറഞ്ഞാൽ. പാലയിൽ എന്തായിരുന്നു, നമ്മൾ ഒരു കവർച്ചയായത് ഉണ്ടായെന്ന് പറഞ്ഞു. അടുത്ത എന്താണ്, ഈ നെയ്തൽ എന്ന് പറഞ്ഞാൽ കോസ്റ്റൽ സോൺ, അവിടെ പ്രധാനമായിട്ട് എന്താ, ഫിഷിംഗ് ആൻഡ് സോൾട്ട് പ്രൊഡക്ഷൻ അല്ലെ, അതായത് മീൻപിടുത്തവും അതേപോലെ ഉപ്പ് നിർമ്മാണവുമായിരുന്നു എവിടെ ഉണ്ടായിരുന്നത്, നെയ്തൽ എന്ന് പറഞ്ഞ മേഖലയിൽ ഉണ്ടായിട്ടുള്ള എന്നുള്ളൊരു കാര്യം കൂടി എന്ത് ചെയ്യാൻ, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ ഒരു കാര്യം പഠിച്ചു വെക്കണം. ഈ ഒരു പിന്നെ നമ്മുടെ തിണകളുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒരുപാട് തവണ എക്സാമിന് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്, അടുത്ത എന്താണ്, പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ദ എക്സ്ചേഞ്ച് സിസ്റ്റം ഓഫ് ആൻഷ്യൻ കേരള. കേരളത്തിൽ ഉണ്ടായിരുന്ന ചരക്ക് കൈമാറ്റ സിസ്റ്റത്തെ കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാൻ 4 മാർക്കിന് എക്സാമിന് ചോദിച്ചതാണ്. അപ്പോൾ ശ്രദ്ധിക്കണം എന്താണ്, ഡ്യൂറിംഗ് ദിസ് പീരീഡ് എക്സ്ചേഞ്ച് ആൻഡ് റീഡിസ്ട്രിബ്യൂഷൻ വാസ് വെരി എക്സ്ചേഞ്ച് വർ മെയ്ഡ് നോട്ട് ഓൺലി ലോക്കലി, അതായത് എന്താണ്, പ്രാദേശികമായിട്ട് മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും അന്നത്തെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്കും ഒക്കെ എന്ത് ചെയ്തിരുന്നു, ഇത്തരത്തിൽ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ കയറ്റി അയക്കുന്ന രീതി എവിടെ ഉണ്ടായിരുന്നു, അന്നത്തെ കാലഘട്ടത്തിൽ കേരളത്തിൽ ഉണ്ടായിരുന്നു. സോ നമുക്ക് എന്ത് ചെയ്യുന്നു, ഇതിൽ നമുക്ക് സംഘം ലിറ്ററേച്ചർ, സംഘം ഇതിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ച് പലതും മനസ്സിലാകുന്നത്. അപ്പോൾ ആദിവാസി വിഭാഗങ്ങളായ കിളൈനാരും പണ്ഡിതരായുള്ള പുലവരും സാധാരണക്കാരായ പാണറും യോദ്ധാക്കളും ഒക്കെ എന്ത് ചെയ്യാണ്, ഈ ഒരു നെല്ലിൻ്റെ കൃഷി ചെയ്യാനായിട്ട് കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ പൊതുവെ എന്തായാലും ഒരു ബാർട്ടർ സിസ്റ്റം ശ്രദ്ധിക്കണം, എന്തെന്നായിരുന്നു, ഒരു ബാർട്ടർ സമ്പ്രദായമായിരുന്നു ഉണ്ടായിരുന്നത്. പൊതുവെ അന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു ഇതിനെ വിളിക്കുന്ന, ഈ ഒരു എക്സ്ചേഞ്ച് സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണിത് നൊടുതൽ. എന്താ മക്കളെ വിളിക്കുക, നൊടുതൽ. ശ്രദ്ധിക്കുക, പൊതുവെ അന്ന് ബാർട്ടർ സിസ്റ്റം ആയിരുന്നെങ്കിലും അന്നുണ്ടായിരുന്ന കച്ചവട സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണെന്ത്, നൊടുതൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കച്ചവടം കൈകാര്യം ചെയ്യാൻ ട്രേഡ് ഗിൽഡുകൾ ഉണ്ടായിരുന്നു. 5 വണ്ണം മണിഗ്രാമം എന്ന് പറയുന്ന കച്ചവടം കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ ഈ എക്സ്ചേഞ്ച് കൈമാറ്റം കൈകാര്യം ചെയ്യാനായിട്ട് ട്രേഡ് ഗിൽഡ് കച്ചവടക്കാരുടെ സംഘങ്ങൾ ഉണ്ടായിരുന്നു. അവരെ വിളിക്കുന്ന പേരാണെന്ത്, 5 വണ്ണവും മണിഗ്രാമും. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ പഠിച്ചു വെക്കണം, അതിലേക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം കേട്ടോ. അടുത്ത എന്താണ് കച്ചം എന്ന് പറഞ്ഞാൽ എന്താണ് കച്ചവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എക്സാം 2 മാർക്ക് ചോദിക്കാറുണ്ട്. എന്താണ് കച്ചം എന്ന് പറഞ്ഞാൽ, അതായത് കോഡ് ഓഫ് കണ്ടക്ട് ദാറ്റ് ടു ബി ഫോളോഡ് ബൈ ദി പീപ്പിൾ ഇൻ കേരള. അന്നത്തെ കാലഘട്ടത്തിൽ കേരളത്തിലെ ആളുകൾ ഫോളോ ചെയ്യുന്ന പെരുമാറ്റ ചട്ടങ്ങൾ അല്ലെ, നിയമങ്ങളെ വിളിക്കുന്ന പേരാണ് കച്ചം. ശ്രദ്ധിക്കണം, ദ കോഡ് ഓഫ് കണ്ടക്ട് ദാറ്റ് ഷുഡ് ഫോളോഡ് ബൈ ദ പീപ്പിൾ ഓഫ് കേരള ഡ്യൂറിങ് മെഡീവൽ ടൈം അല്ലെ. മധ്യകാലഘട്ടത്തിൽ കേരളത്തിലുള്ള ആളുകൾ ഫോളോ ചെയ്യേണ്ട നിയമങ്ങളെ അല്ലെങ്കിൽ പെരുമാറ്റങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്, കച്ചമെന്ന് പറയുന്നത്. അപ്പോൾ കച്ചം ഒരുപാടുണ്ട്. മുയ്ക്കുളം കച്ചമുണ്ട്, തവനൂർ കച്ചമുണ്ട്, പിന്നെ കട്ടൻകാട്ട് കച്ചമുണ്ട്, അങ്ങനെ പലതരത്തിൽ ശങ്കരമംഗലത്ത് കച്ചം, അങ്ങനെ പല പേരുള്ള
കച്ചങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന കേരളത്തിൽ കാണാൻ പറ്റുട്ടോ. അപ്പോൾ ഈ കച്ചം, അതായത് ഒരാൾ കച്ചം പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അയാളെ പുറത്താക്കുക, അയാളെ സ്വത്ത് കണ്ടുകിട്ടുക, അയാൾക്ക് ശിക്ഷ നൽകുക, അങ്ങനത്തെ പല രീതികളും അന്ന് എവിടെ ഉണ്ടായിരുന്നു? കേരളത്തിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഈ 14ാമത്തെ ചാപ്റ്ററിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഇനി 15ാമത്തെ ചാപ്റ്ററിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ എന്താണ്? ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഒരുപാട് തവണ എക്സാമിന് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഈ ഹെഡഡ് എ ഗ്രേറ്റ് സോഷ്യോ റിലീജിയസ് അവേക്കനിങ് ഇൻ കേരള ബൈ എസ്റ്റാബ്ലിഷിംഗ് മൾട്ടിറ്റ്യൂഡ് ടെമ്പിൾസ് ഓൾ ഓവർ കേരള. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ കാലഘട്ടത്തിൽ എന്താ? കേരളത്തിൽ കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് താഴ്ന്ന ജാതിപ്പെട്ട ആളുകൾക്കൊന്നും ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാനുള്ള അവകാശമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ താഴ്ന്ന ജാതിപ്പെട്ട ആളുകൾക്കും അല്ലേ, താഴ്ന്ന ജാതിപ്പെട്ട ആളുകൾക്കും എന്താണ് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത്? അതിനുവേണ്ടി ധാരാളമായിട്ട് ക്ഷേത്രങ്ങൾ നിർമ്മിച്ച ഒരാളാണ് ആര്? ശ്രീനാരായണ ഗുരു. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് എന്ത്? അരുവിപ്പുറം പ്രതിഷ്ഠ. 1888 അരുവിപ്പുറം പ്രതിഷ്ഠ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അന്നുണ്ടായിരുന്ന ഒരുപാട് അനാചാരങ്ങൾക്കെതിരെ അദ്ദേഹം പോരാടിയിട്ടുണ്ട്. താലികെട്ട് കല്യാണം, തിരണ്ടുകുളി, അതുപോലെയുള്ള കാര്യങ്ങൾക്കെതിരെ അദ്ദേഹം പോരാടിയിട്ടുണ്ട്. ഈ പെർസ്യൂട്ട് ദ പീപ്പിൾ ടു ടേക്ക് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ പെർസ്യൂട്ട്സ് അല്ലേ, പാശ്ചാത്യ വിദ്യാഭ്യാസം നേടാനും അതേപോലെ തന്നെ വാണിജ്യവും വ്യവസായികവുമായുള്ള കാര്യങ്ങൾ സ്വീകരിക്കാനും എന്ത് പറഞ്ഞിട്ടുണ്ട്? ശ്രീനാരായണ ഗുരുവിനോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ഒരു ഗർഭപാത്രം, ഒരു രൂപം, വ്യത്യാസമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ ഒരാളാണ് ആര്? ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. ഒരുപാട് ഭാഷകളിൽ പണ്ഡിതനായ അദ്ദേഹം ആത്മോപദേശ ശതകം, ദൈവശതകം, ദർശനമാല, ശിവശതകം, ജാതിമീമാംസ, അനുകമ്പ ദശകം, ജീവകാരുണ്യ പഞ്ചാംഗം, നവമഞ്ജരി തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ബുക്സാണ്. ഈ പേരുകൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തു വെക്കട്ടോ. പിന്നെ നെയിം എനി ടു സോഷ്യൽ റിഫോമേഴ്സ് ഇൻ കേരള. കേരളത്തിലെ ഏതെങ്കിലും 2 സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ പേര്. ഒരുപാട് ആളുകളുണ്ട്. ഒന്നാര വൈകുണ്ഠ സ്വാമികളുണ്ട്, ശ്രീനാരായണ ഗുരുവുണ്ട്, പിന്നെ പണ്ഡിറ്റ് കെ പി കറുപ്പനുണ്ട്, ചട്ടമ്പി സ്വാമികളുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് ആരെ പേര് വേണമെങ്കിൽ ഇതിലേക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യട്ടോ. പിന്നെ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിൽ ചോദിക്കാൻ ചാൻസ് ഒരു ക്വസ്റ്റൻ ആണ്. പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ദ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ ഇൻ ട്രാവൻകൂർ. തിരുവിതാംകൂറിലെ ക്ഷേത്ര പ്രവേശന വിളംബരത്തെ കുറിച്ചിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ. താഴ്ന്ന ജാതിക്കാർക്ക് എന്ത് ചെയ്യാണ്? ക്ഷേത്രങ്ങൾ പ്രവേശിക്കാൻ തയ്യാറാകുന്നത് അവരെ അനുനയിപ്പിച്ചൊരു കുറിപ്പ്, ഒരു പിന്നെ വിളംബരമാണെന്ത്? ഈ ക്ഷേത്രപ്രവേശന വിളംബരം. ഏത് വർഷമാണ്? 1936 നവംബർ 12 ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ് എന്ത് ചെയ്തത്? തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ് എന്ത് ചെയ്തത്? ക്ഷേത്രപ്രവേശന വിളംബരം ഇതാക്കിയത്. അത്രയും കാലം എന്താ കേരളത്തിലെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അവകാശമില്ലായിരുന്നു. അപ്പോൾ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാനും ആരാധിക്കാനുമുള്ള ഒരു അവകാശം കൊടുത്തൊരു വിളംബരമായിരുന്നു ഇത്. ദിസ് പ്രോക്ലമേഷൻ ഇസ് ദ ഫസ്റ്റ് ഇറ്റ്സ് കൈൻഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു വിളംബരം വരുന്നത്. ആൻഡ് ദ ഗാന്ധിജി ഹാസ് സെഡ് ദാറ്റ് ഇസ് എ മിറാക്കിൾ ഓഫ് മോഡേൺ ടൈംസിൽ. ആധുനിക കാലഘട്ടത്തെ അത്ഭുതം എന്നാണ് ഗാന്ധിജി എന്ത് ചെയ്തത്? ഇതിനെ വിളിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, പിന്നെ അത് ഈ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്തു വെക്കണം. ആൻഡ് ഇറ്റ് ബ്രോട്ട് അബൌട്ട് സൈലന്റ് ആൻഡ് ബ്ലഡ്ലെസ് റെവല്യൂഷൻ ഇൻ ദ ഹിന്ദു സൊസൈറ്റി അല്ലേ. ഹിന്ദു സമൂഹത്തിലെ നിശബ്ദവും രക്തരഹിതമായ ഒരു വിപ്ലവമായിരുന്നു ഇത്. അപ്പോൾ അങ്ങനെ ഈ തിരുവിതാംകൂറിലാണ് ഈ ഒരു വിളംബരം വന്നതെങ്കിലും കൊച്ചിയിലും പിന്നെ മലബാറിലൊക്കെ എന്താണ് ഇത്തരത്തിൽ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാനുള്ള ഒരു അവകാശം കിട്ടാൻ കാരണമായിട്ടുണ്ട്. അതേപോലെ എക്സാമിന് 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻ ആണെന്ത്? കുണ്ടറ വിളംബരം. കുണ്ടറ പ്രോക്ലമേഷൻ എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്? 2 മാർക്കിന് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണ് ഈ വേലുത്തമ്പി ദളവ? അതായത് എന്ത് ചെയ്യുന്നു? അന്നത്തെ ട്രാവൻകൂർ റൂളർ ആയിരുന്ന വേലുത്തമ്പി ദളവ 1809 എന്ത് ചെയ്യാണ്? കുണ്ടറയിൽ എത്തി അദ്ദേഹം എന്ത് ചെയ്യണം? അവിടുത്തെ ജനങ്ങളോട് എന്ത് ചെയ്യാണ്? പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് അല്ലേ. അതായത് എന്താണ്? ബ്രിട്ടീഷുകാർ ട്രാവൻകൂർ റൂളർ ആയിരുന്ന വേലുത്തമ്പിയുടെ അധികാരത്തിൽ കയറി ഇടപെടുകയും തിരുവിതാംകൂറിലെ ജനങ്ങളുടെയും പിന്നെ രാജാവായ വേലുത്തമ്പിയുടെയും പല കാര്യങ്ങളും ഇടപെടുകയും തിരുവിതാംകൂറിലെ ജനങ്ങൾക്ക് നികുതി വർദ്ധിപ്പിച്ചു അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ തിരുവിതാംകൂറിലെ ജനങ്ങളോട് എന്ത് ചെയ്യാണ്? അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാൻ അല്ലെങ്കിൽ വേലുത്തമ്പിയെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കുണ്ടറ എന്ന് പറഞ്ഞ സ്ഥലത്ത് നടത്തി വിളംബരത്തെ വിളിക്കുന്ന പേരാണെന്ത്? കുണ്ടറ വിളംബരം അല്ലെങ്കിൽ കുണ്ടറ പ്രോക്ലമേഷൻ ഉള്ള ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. ഇതൊക്കെ എക്സാമിന് 2 മാർക്കും ചോദിക്കാറുണ്ട് കേട്ടോ. 1809 ജനുവരിയിലാണ് അദ്ദേഹം ഈ ഒരു പ്രോക്ലമേഷൻ നടത്തിയത്. റിക്വസ്റ്റിംഗ് സ്ട്രൈവിംഗ് ടു കോൾ ടു ദ പീപ്പിൾ ഫ്രോം ദെയർ ഹോൾ ഹാർട്ടഡ് സപ്പോർട്ട്. അതായത് ജനങ്ങളോട് തിരുവിതാംകൂറിലെ ജനങ്ങളോട് എന്ത് ചെയ്യുക? പൂർണ്ണ ഹൃദയത്തോടു കൂടി വേലുത്തമ്പിയെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ടുള്ള ഒന്നാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്ത് വെക്കണം. എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഈ ഒരു ചാപ്റ്ററിന് എക്സാമിന് ചോദിക്കാൻ ചാൻസ്. പിന്നെ ഇതേപോലുള്ള 1 വേർഡ് ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്യുക? നിങ്ങൾ ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക കേട്ടോ. ഈ ക്വസ്റ്റ്യൻ നോക്കുക, ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്യുക? ഒന്ന് വീഡിയോ ടൈപ്പ് ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 1. ഇത് ക്വസ്റ്റ്യൻ നമ്പർ 2. ഇതും എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് ഇതൊക്കെ ഈ ചാനൽ 1 വേർഡ് ചോദിച്ചതാണ്. അപ്പോൾ ഇത് ഭാഗം എന്ത് ചെയ്യുക? ഒന്ന് പിന്നെ വീഡിയോ പോസ്റ്റിൽ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഈ നമ്മൾ ഈ ചാപ്റ്ററിന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ക്രൊണോളജിക്കൽ ഓർഡർ നിങ്ങൾ +1 എഴുതിയ പോലെ തന്നെ കാലക്രമത്തിൽ എഴുതാനുള്ള കാര്യവും ചോദിക്കുക. ഈ 2 ചാപ്റ്റർ മാത്രം ശ്രദ്ധിക്കണം. നിങ്ങളോട് ക്രൊണോളജിക്കൽ ഓർഡറിൽ അതായത് നിങ്ങൾക്ക് ചില സംഭവങ്ങൾ തരും, അതിൻ്റെ വർഷങ്ങളും തരും. വർഷങ്ങൾ ചിലപ്പോൾ തരാതിരിക്കാം കേട്ടോ. ചിലപ്പോൾ കഴിഞ്ഞ ചോദിച്ചാൽ തരാതിരിക്കാം. അതിന് കുറച്ച് സംഭവങ്ങൾ തരും. ആ സംഭവങ്ങൾ എന്ത് ചെയ്യുക? വർഷങ്ങളുടെ അടിസ്ഥാനത്തിൽ കാലക്രമത്തിൽ എഴുതുക. അതാണ് ക്രൊണോളജിക്കൽ ഓർഡർ എന്ന് പറയാം. ആ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഈ 2 ചാപ്റ്ററിനാണ്. നമ്മൾ സെപ്പറേറ്റ് വീഡിയോ വേറെ തരും. അതിന് മുമ്പ് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്
പഠിച്ചു വെക്കുക. വേറെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതാണ്. അപ്പോൾ ഇതും പഠിക്കണം, അതും പഠിക്കണം. ഓക്കെ, പിന്നെ ബാക്കി ചാപ്റ്റേഴ്സ്, അപ്പോൾ നമ്മൾ 4 ചാപ്റ്ററിൻ്റെ ഷോർട്ട് ക്വസ്റ്റ്യൻ്റെ വീഡിയോ നമ്മൾ തന്നിട്ടുണ്ട്. ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇന്നത്തെ ലൈവ്, ഇന്ന് രാത്രി കൃത്യം 8:30 ലൈവിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്കസ് ചെയ്യും. സോ ലൈവിൽ കാണാം. സോ അതുവരേക്കും ബൈ.